നല്ല പവറിലാണ് മോളിൽ തന്നെ തെറിക്കുന്നത്. അക്വേറിയം 100% സക്സസ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സിഡൈസർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മ ഇന്ന് ചെയ്യാൻ പോണത്, അതായത് ഒരു കൊല്ലം മുമ്പ് ഒരു കിഡിലെ അക്വേറിയം ചെയ്തായിരുന്നു, ഒരു വെറൈറ്റി അക്വേറിയം ചെയ്തായിരുന്നു ടയർ തന്നെ വെച്ചിട്ട്. അത് കാറിൻ്റെ ടയറാണ് നിർത്തേക്കണത്. ഇന്ന് സൈക്കിളിൻ്റെ ടയർ വെച്ചിട്ട് ഒരു ഫിഷ് ടാങ്ക്, അതായത് വേറെ ലെവൽ വെറൈറ്റി ഫിഷ് ടാങ്ക് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതായത് ഫൗണ്ടൈനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയിൽ വെള്ളച്ചാട്ടമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഫണ്ണായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവരും കുട്ടിക്കാലത്ത് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാകും വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കൊടുത്തത്. ഇപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു തൈ പോലും സ്കിപ്പ് ചെയ്യാണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിൽ തന്നെ സിമ്പിളായിട്ടൊരു അക്വേറിയം ഉണ്ടാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നേരിട്ട് വീഡിയോ കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ച് ടയറൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ടയർ എടുത്താൽ മതി. ഈ ഒരു നാലെടുക്കാം. ഈ ഒരു 4 ടയർ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാ ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മൾ 2 ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ടയർ ഏതെങ്കിലും ഒരു സ്ഥലത്തിട്ടിട്ട് വേണം സിമെൻറ്റും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പറോ വല്ല കാർബോൺ എന്തെങ്കിലും പിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് അവിടെ നിന്ന് സ്ഥലം മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യണോടത്ത് അടിയിലൊന്ന് വിരിച്ചു കൊടുക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയാണ് പേപ്പർ വിരിക്കുന്നത്. അപ്പോൾ ഇത് പേപ്പർ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടയർ വെച്ച്. അപ്പോൾ ഇനി ബാബി മെറ്റലും സിമെൻറ്റും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മിക്സ് ഇടാൻ പോണ്. അപ്പോൾ കോൺക്രീറ്റ് ഇട്ട് ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുള്ളായിട്ട് അതായത് ടയറിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറ്റിയിട്ട് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക. അതെ, എല്ലാത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഇതുപോലെ നല്ലോണം കയറ്റി ഇതാക്കി വെക്കാം. അത് സെറ്റാക്കി ഒരു ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം എയർ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുക്കണത്. ഇതേ ഫുൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, അതായത് നമ്മൾ വാർക്ക് കമ്പി, അതായത് വീടിൻ്റെ വാർക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇത്രയുള്ള കഷ്ണാക്കിയിട്ട് ഒരു 5-6 കഷ്ണം എടുത്തിട്ട് വീഡിയോ കാണുന്ന പോലെ പ്ലസ് ആദ്യം പിന്നെ ഇൻറ്റു അങ്ങനത്തെ ഈ ഷേപ്പിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും സാധനം. അതിൻ്റെ മുകളിലും കൂടിയും ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ലീക്ക് എന്ന് വെച്ചാൽ വെള്ളം മാത്രമല്ല അതിന് പോത പോലെ നിൽക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിയിൽ ചെയ്യുന്നത് പിന്നെ പറയണത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഒരാഴ്ച ഇത് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഓരോ ദിവസം വെള്ളം ഒഴിച്ച് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാം. അപ്പോൾ ഇത് സ്ട്രോങ് ആകാൻ വേണ്ടി ഒരാഴ്ച നമുക്ക് വെക്കാം. ഗൈസ്, സത്യം പറഞ്ഞാൽ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ചെയ്ത് എടുക്കണത്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ 1 മാസത്തോളം ഉണങ്ങിയിരുന്ന നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കോൺക്രീറ്റ് അല്ല ജസ്റ്റ് സിമെൻറ്റും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ലെയർ ഒരു സിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് അതിന് മുകളിൽ ടയർ വെച്ച് ഇതുപോലെ. അതിനുശേഷം തെർമാക്കോൾ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് ഇത് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് ടയർ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് കട്ട് ചെയ്ത് അളവാക്കി എടുക്കുക. പുറത്തേക്ക് ചാടിക്കരുത്. അതിനുശേഷം ഇപ്പം കാണുന്ന പോലെ സിമെൻറ്റൊക്കെ ഉള്ളിലേക്ക്, അതായത് നല്ലൊരു രീതിയിൽ ഉള്ളിലേക്ക് കുത്തി കയറ്റി വെച്ച് നല്ല ടൈറ്റാക്കി എടുക്കുക. കണ്ടാ, ഫസ്റ്റ് ലെയർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടയർ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ സിമെൻറ്റ് സെറ്റ് ചെയ്ത് വെള്ളം കെട്ടി നിർത്തിയേക്കാണ്. ഇതുവരെ ഒരു ലീക്കും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായി വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട്. അപ്പോൾ ഇനി അടുത്ത ലെയർ വെക്കാൻ പോണ്. അപ്പോൾ അടുത്ത ടയർ സെറ്റാണ്. ഇത് ഒന്ന് ലോക്കെടുക്കാട് മുമ്പ് ജസ്റ്റ് ഒന്ന് സിമെൻറ്റിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് ലെയർ വെക്കാം. അതിൻ്റെ മുകളിൽ ടയർ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഫസ്റ്റ് ടയർ ചെയ്ത പോലെ തന്നെ തെർമാക്കോളൊക്കെ ടയറിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെൻറ്റും മണ്ണും കൂടിയും ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് വെറുതെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ടയർ വെക്കണത്. അതായത് ജസ്റ്റ് വെറുതെ ഒരു ഗ്രിപ്പ് കിട്ടാൻ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ടയർ വെച്ച് അതിന് ശേഷം തെർമാക്കോൾ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിൽ കയറ്റിയിട്ട്
സിമെന്റ് ഉള്ളിലേക്ക് നല്ലോണം കൈ കൊണ്ട് ഇപ്പം ഞാൻ അമർത്തി വെക്കണത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈ പൊട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ 3 ടയർ വെച്ച് ഇപ്പോൾ സിമെന്റ് ഒക്കെ ചെയ്ത് ഒരുവിധ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേ 3 നമ്മൾ ചെയ്തേക്കണത്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിടാറുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് കളഞ്ഞിട്ട് ഞാൻ അടുത്ത ടയറിനുള്ള സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രിപ്പിന് വേണ്ടി വെച്ച് അതിന് മുകളിൽ ടയറും വെച്ച് നേരത്തെ പോലെ തന്നെ തെർമാക്കോളും കയറ്റി ഈ സിമെന്റ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ 4ാമത്തെ ലെയറാണ് വെക്കണം. അപ്പോൾ 3 ലെയർ വെച്ചതിൽ സെക്കൻഡ് ലെയറിന്റെ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ കൈ പൊട്ടി തുടങ്ങി. കൈ ചെറിയ ചെറിയ കുത്തു പോലെ സിമെന്റിന്റെ ഒരു പവർ കൊണ്ട് പൊട്ടുമെന്ന് അറിയാറുണ്ടെങ്കിലും അധികം പെട്ടെന്ന് ഏൽക്കില്ലാന്ന് വെച്ചിട്ട് ചെയ്തത്. പക്ഷെ ഭയങ്കര രീതിയിൽ എത്തി കൈ നല്ല രീതിയിൽ പൊട്ടി. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് നമ്മൾ ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഗ്ലൗസ് പൊട്ടോ ഇല്ലെന്ന് അറിയില്ല, എങ്കിലും ഗ്ലൗസ് ഇട്ടിട്ടാണ് നമ്മൾ ഇനി അടുത്ത വർക്കുകൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ സിമെന്റിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഗ്ലൗസ് അല്ല, വേറൊരു സാധനമാണ്. കൈമോ ഒരു വിരലും മാത്രം ഇടാൻ പറ്റണത്. അത് ഇട്ട് പ്രാക്ടീസ് ഇല്ലാത്തവർ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ ടൈപ്പ് ഗ്ലൗസ് വാങ്ങിയത്. സിമെന്റും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അധികം സിമെന്റ് എടുത്ത് പരിചയമില്ലാത്തവരാണ് സിമെന്റ് ഇതായപ്പോഴത്തേനും കൈ പൊട്ടിയത്. സിമെന്റ് നല്ലോണം പരിചയമുള്ളവർക്ക് സീനൊന്നുമില്ല. അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടാണ് ഞാൻ പിന്നെ ചെയ്യണത്. ഇത് നല്ല ഷേപ്പാക്കി ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ട 4ാമത്തെ ടയർ വെച്ച് എല്ലാം സെറ്റാക്കി. ഇനി ജസ്റ്റ് ഒന്ന് സിമെന്റും പൊടി മാത്രമായിട്ട് നമുക്ക് ജസ്റ്റ് വിതറി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിക്കണത്, നേരിട്ടല്ല. അപ്പോൾ അതേ വെള്ളം ഒഴിച്ചിട്ടും ഒരു ലീക്കൊന്നുമില്ല, ലീക്ക് കഴിയുന്നില്ല, കട്ടക്ക് വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫൗണ്ടൈൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് PVC ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ PVC ഞാൻ പറഞ്ഞുതരാം, പല അളവിലാണ് എടുത്തേക്കുന്നത്. ഓരോ അളവ് PVCയിലും ഈ ഒരു ലെവലിൽ, അതായത് നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പൈപ്പുമ്മിലും ഇതുപോലെ ആ ഒരു അളവിൽ തന്നെ എല്ലാ പൈപ്പിലും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട. അപ്പോൾ ഈ ഒരു പൈപ്പ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇതിങ്ങനെ നൈസായിട്ട് ഇറക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൈപ്പും കൂടി ഇറക്കി കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരേ ഗ്യാപ്പുകളുണ്ട്, ഒരേ പൈപ്പിൻ്റെ ഇടയിലും കുറച്ച് ഗ്യാപ്പുകളുണ്ട്. ഈ ഗ്യാപ്പിൽ നമുക്ക് സിമെൻറ്റും മണ്ണും വേണമെങ്കിൽ ചെറിയ ബേബി മെറ്റലൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്ത് എല്ലാം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല സ്ട്രോങ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഏറ്റവും അടിയത്തെ ചെയ്തതിന് മാത്രമാണ് നമ്മൾ ഈ ബേബി മെറ്റലും കൂടിയുള്ള മിക്സ് ചെയ്തത്. അതായത് പിന്നത്തെ ലെയർ മൊത്തം ചെയ്തത് സിമെൻറ്റും മണ്ണും മാത്രം വെച്ചാണ്. കാരണം അതിന് മുകളിലേക്കും നമ്മൾ ബേബി മെറ്റൽ വെച്ച് ചെയ്ത് വന്നപ്പോൾ ഓവർ ടൈറ്റായി. അപ്പോൾ ഭയങ്കര സീനായിട്ട് ഞാൻ 2ാമത് സിമെൻറ്റും മണ്ണും മാത്രം വെച്ചിട്ടാണ് ബാക്കിയുള്ള ലെയറുകൾ കംപ്ലീറ്റ് ചെയ്തത്. നമ്മളടുത്ത പണി എന്ന് പറയുന്നത് പല അളവിൽ നമ്മൾ 3 പാത്രം എടുത്തിട്ടുണ്ട്. അതായത് ഏറ്റവും ചെറുത്, കുറച്ചുകൂടിയും വലുത്, അതിലും വലുത്. പിന്നെ എന്ന് വെച്ചാൽ ഒരു പഴയ മാക്സ് എടുത്തിട്ടുണ്ട്. പുതിയതൊന്നല്ല, പുതിയ എടുക്കണമെങ്കിൽ മോടിയും. ഇതാരും പഴയത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുത്തേക്കണത്. അതിനുശേഷം ആ ഒരു റൗണ്ട് ഷേപ്പിൽ, അതായത് നമ്മളെ പാത്രത്തിൻ്റെ മൂടിൻ്റെ ഷേപ്പിൽ തന്നെ റൗണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് 3 കട്ട് ചെയ്തെടുക്കുക ഓരോന്നിൻ്റെ അളവിൽ. അതായത് പാത്രത്തിനെക്കാട്ടും കുറച്ചുകൂടി കവിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നടുക്കൊരു ഹോളും കൂടി ഇടാൻ ഇതുപോലുള്ളൊരു ഹോള്, അതായത് ഏറ്റവും വലുതിന് ഏറ്റവും വലിയ ഹോള്. അത് നിങ്ങളെ പൈപ്പിൻ്റെ അളവ് അനുസരിച്ച് എടുക്കുക. അതുകൊണ്ട് അളവൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ കറക്റ്റ്. നമ്മൾ കട്ട് ചെയ്ത മാക്സി കഷ്ണങ്ങൾ സിമെൻറ്റിൽ മുക്കിയിട്ട് ഉണക്കാനിടാനുള്ള 3 ബക്കറ്റ് എടുത്തിട്ടുണ്ട്, പല അളവിലുള്ളത്. അപ്പോൾ അതിന് ശേഷം ഏറ്റവും ചെറുത് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് സാമ്പിൾ കാണിച്ചു തരാം. ഇതുപോലെ മുക്കിയെടുക്കുക ഫുള്ള്. അതിന് ശേഷം ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ഇടാം, എന്നിട്ട് ഉണക്കാനായിട്ട് വെക്കാം. അതുപോലെ തന്നെ 2ാമത്തതും 3ാമത്തതും ഒരുപോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ 3 ലെയറായിട്ട് വെക്കാൻ വേണ്ടി സിമെന്റ് ഓയിൽ മിക്സ് ചെയ്ത് എടുത്തേക്കണ തുണി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആദ്യമേ വിടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അധികം ഉണങ്ങണക്കാട്ട് മുമ്പേ നമ്മൾ വിടിച്ച് വെച്ച്, കാരണം അത് ഓവറായിട്ട് ഇത്രയും ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വിടിക്കാൻ പറ്റില്ല. ചറവറാന്ന് ഇരിക്കണം ഇതിൻ്റെ സർഫസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ മണ്ണടലാസ്, അതായത് സാൻഡ് പേപ്പർ, ചിലടത്ത് ഒരക്കടലാസ് എന്ന് പറയും, അത് വെച്ചിട്ട് നമുക്ക് ഉരച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം. അത് ഒരഞ്ഞൊരഞ്ഞ് തീരണ വരെ ഉരക്കരുത്, ജസ്റ്റ് ഒന്ന് ഷേപ്പാവാൻ വേണ്ടി മാത്രം വരച്ചാൽ മതി. അപ്പോൾ അതേ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബ്ലൂ പെയിനാണ് അടിക്കാൻ പോകുന്നത്. അതായത് നീലടിക്കാൻ കാരണം വെള്ളത്തിന് ഭംഗി എപ്പോഴും നീലായിരിക്കും, അതുകൊണ്ടാണ് നീലടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം, പക്ഷേ നീലായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ പറയണത് നീലടിക്കാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ടവറാണിത്. അപ്പോൾ അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പെടായിട്ട് ഉണങ്ങി. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഉരച്ച് നല്ല പെയിൻ്റ് അടിക്കാനുള്ള ഭാഗത്തിനാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഒരു തൂണമ്മയാണ് അടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഗ്രേ കിട്ടാത്തതുകൊണ്ട് വൈറ്റിൽ കുറച്ച് ബ്ലാക്ക് ചേർത്ത് ഗ്രേ ആക്കി എടുത്തിട്ടുണ്ട് പെയിൻറ്. പിന്നെ നമുക്ക് ഫുൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ടയറിൽ ഫുള്ള് പെയിൻ്റ് അടിക്കാൻ പോകണം. ഫുള്ളെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് ടയറിൽ വൈറ്റ്, സെക്കൻഡിൽ ബ്ലൂ, തേർഡിൽ വൈറ്റ്, ഇതിൽ
ബ്ലൂ അങ്ങനെ അടിക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ആണ് അടിക്കുന്നത്. ബ്ലൂ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെ പെയിന്റിങ് ഒക്കെ കഴിഞ്ഞ ടയറിന്റെ. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ സിലിക്കൺ വെച്ചിട്ട് ഒട്ടിച്ചേക്കണത്. പക്ഷെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. എൻ്റെ ബാക്കിയുള്ള ഫുട്ടേജ് ഡിലീറ്റ് ആയി പോയി. സോറി ട്ടാ. ആദ്യമായിട്ട് വെള്ളം ഒഴിക്കണം എന്തായാലും എല്ലാ പണിയും കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ചരലെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം. മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. നമുക്ക് ആകെ മീനെയും കൂടി ഇട്ട് ടെസ്റ്റ് അടിക്കാൻ മാത്രമേ ഉള്ളൂ. ഫൗണ്ടൻ്റെ ഈ വെള്ളച്ചാട്ടത്തിന് വേണ്ടി 4 വോൾട്ടിന്റെ എയർ പമ്പ് മോട്ടറാണ് എടുത്തേക്കണത്. ഗൈസ് അപ്പോൾ നമ്മൾ വാട്ടർ പമ്പ് മോട്ടർ എടുത്തിട്ടുണ്ട്. ചെറിയ വോൾട്ടിന്റെ ആണ്. അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യാം ആദ്യം. ഗൈസ് ദേട്ടാ അതിന്റെ വയറ് ഈ ഭാഗത്ത് വന്നേക്കണ അല്ല പൈപ്പ് വയറല്ല പൈപ്പാണ്. വാട്ടർ ലെവൽ നോക്കണ പൈപ്പാണ് ഇതിന്റെ അളവ്. അപ്പോൾ ഒരു വെയിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി കൊടുത്തേക്കണത്. അത് ആദ്യം നമുക്ക് മീനിടാം. മീനിട്ടതിന് ശേഷം നമുക്ക് ഫൗണ്ടൈൻ വർക്ക് ചെയ്യിപ്പിച്ച് വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് മീനുകൾ. അപ്പോൾ നമുക്ക് അതൊന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഏട്ടാ ഇതാണ് നമ്മൾ വാങ്ങിച്ച മീനുകൾ. ഈസപ്പതേ നമ്മൾ മീനിടാൻ പോവാണ് ഏട്ടാ. മീനെ ഫസ്റ്റ് വെള്ളത്തിൽ രണ്ടും കൂടി ഇറക്കി വെക്കാം. എന്നിട്ട് പയ്യെ അതിനെ റിലീസ് ചെയ്ത് വിടാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് കാർപ്പ് എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ നമ്മൾ വേറെ മീനുകൾ വാങ്ങിച്ചിട്ടുണ്ട് 4 എണ്ണം. പപ്പര ഗോൾഡ് എന്ന് പറഞ്ഞ സാധാ ഗോൾഡ് ഡിഷ് അല്ല, പപ്പര ഗോൾഡ് ഡിഷ് എന്ന് പറഞ്ഞ മീൻ വാങ്ങിച്ചിട്ടുണ്ട് 4 എണ്ണം. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുവിധം ഹാപ്പി ആയിട്ടുണ്ട് എല്ലാവരും തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് നല്ല ഭംഗിയുള്ള പുല്ലുകളും ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൗണ്ടൈൻ ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് മീനിട്ട് എല്ലാം സെറ്റാക്കി കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് പുല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഫൗണ്ടൈന്റെ സ്വിച്ച് ഓൺ ആക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഭംഗി കണ്ടോ. വാഹു സംഭവം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ വീഴുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാല് മോട്ടറിന് കുറച്ച് പവർ കൂടുതലുള്ള കാരണം നല്ല ഫോഴ്സിലാണ് വെള്ളം വീണത്. അതുകൊണ്ട് സൈഡിലേക്കൊക്കെ ചെറുതായിട്ട് തെറിക്കുന്നുണ്ട്. മോട്ടറിന്റെ പവർ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എല്ലാം റെഡി ആയിരിക്കും. അത്യാവശ്യം നല്ല പവറിലാണ് മോളിൽ തന്നെ തെറിക്കണത്. നമ്മളെ അക്വേറിയം 100% സക്സസ് ആണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് അതായത് കഴിഞ്ഞ കൊല്ലം ചെയ്ത നമ്മുടെ ടയറില് സൈഡിലേക്ക് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ള അക്വേറിയത്തിൽ നിങ്ങൾ തന്ന പോലെ സപ്പോർട്ട് തന്നെ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം അത് നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്തോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ. പിന്നെ എന്തായാലും വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫോളോ ചെയ്യുക. അതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. അതുപോലെ തന്നെ ഇത് ഞാൻ ജസ്റ്റ് കൂടി ക്ലോസ് അപ്പ് ഷോട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. നല്ല രസമുണ്ട്, കാണാൻ രസമുണ്ട്. വേണമെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ വെക്കാം, സീനൊന്നുമില്ല. കാരണം കുഴപ്പമില്ല, വീടിൻ്റെ ഉള്ളിൽ വെച്ചാൽ നല്ല ഭംഗി തന്നെ ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമായിട്ട് പറിച്ചു വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വെള്ളം ഇങ്ങനെ ചാടണ മീനുകളൊക്കെ ഓടുന്നുണ്ട്. അത്ര നേരം എനങ്ങാണ്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ക്യാമറ എടുത്തുകൊണ്ടിട്ടുള്ള ഷോട്ടുകൾ കാണിച്ചു തരാം. സത്യത്തിൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണതല്ല. കാരണം സംഭവം എന്തായാലും നേരിട്ട് കണ്ടാലേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളവർക്ക് ഇതിൻ്റെ ഭംഗി. നല്ല രസമുണ്ട്. കാരണം അതിൻ്റെ ഒരു വെള്ളച്ചാട്ടവും അതിലെ മീനുകൾ ഓടുന്നതും ഒക്കെ നല്ല രസമുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാക്സിമം എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാര്യം കൂടി പറയാനുണ്ട്. അതായത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് സൈക്കിളിൻ്റെ ടയർ എവിടെ കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവരോട് പറയാണ്, നമ്മളെ സൈക്കിളൊക്കെ ശരിയാക്കണ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ പഴയതൊക്കെ കിടക്കണമെങ്കിൽ അവർ തരും. ക്യാഷ് ഒന്നും വാങ്ങാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ സൈക്കിൾ കടയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ 2-3 വീട്ടിലുണ്ടാവുകയും ചെയ്ത്. പിന്നെ അതിനൊക്കെ ആദ്യം തന്നെ കുറച്ച് ടയറുകൾ കണ്ടില്ല, അത് വീട്ടിൽ കുറച്ചുണ്ടായി. പിന്നെ കുറച്ച് വാങ്ങുകയും ചെയ്തു. ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ ഫ്രീ ആയിട്ട് തന്നിട്ടോ, ക്യാഷ് ഒന്നും വേണ്ടി വരില്ല. അപ്പം അങ്ങനെ കിട്ടും. അവിടെ കാലത്ത് കാണുന്ന പോലെ തന്നെ രാത്രിയും ഇത് നല്ല രസമാണ്. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു രാത്രിക്കാലത്തെ ഒരു ഫുട്ടേജ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. Through the highways till my shadow turns to sun rays, and on we'll go through the wastelands, through the highways, and on we'll go.
അപ്പോൾ നമ്മളെ മീനിന് കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫുഡ് കൊടുത്തിട്ടുണ്ടായില്ല, കുറച്ച് നേരത്തെ മുമ്പ് കൊടുത്തായിരുന്നു, കാലത്ത് കൊടുത്തായിരുന്നു, ഇപ്പൊ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പൊ നമുക്ക് മീൻ ഫുഡ് കൊടുക്കാണ്. അപ്പൊ അവര് ഹാപ്പിയായി, നമ്മൾ ഹാപ്പിയായി, വീഡിയോ കാണുന്ന നിങ്ങൾ ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും മാക്സിമം വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം, നല്ല രസമുണ്ട് നമുക്ക് കാണാനും. അതുപോലെ തന്നെ ചെയ്യാൻ കുറച്ച് പാടാണെങ്കിലും വർക്കൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നല്ല രസമാണ്. വീഡിയോനെ കുറിച്ച് എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യാൻ, മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം. പിന്നെ എന്നോട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ അതുപോലെ തന്നെ സംഭവം എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും മാക്സിമം വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം, നല്ല രസമാണ്, കാണാൻ തന്നെ എന്ത് രസമാണ്. അപ്പോൾ എന്താ പറയാ, ടയർ കൊണ്ടുള്ള ഇതുപോലുള്ള ക്രാഫ്റ്റും കാര്യങ്ങളും ഇനി വേണമെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും അതും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്.